ഇനി ഇത് ഏതെങ്കിലും ഫയലിന്റെ നമ്പർ ആയിരിക്കും? അന്ന് രണ്ടുപേരൊരു ഫയൽ അന്വേഷിച്ച് വന്നു എന്നല്ലേ കുട്ടേട്ടൻ പറഞ്ഞത്? ഈ രീതിയിൽ ഫയൽ നമ്പർ വരുമോ മോളെ? നമ്മുടെ രീതി എങ്ങനെ അല്ലല്ലോ. അത് ഞാൻ ചിന്തിച്ചു. വെറുതെ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തണ്ടല്ലോ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ശരി, ഞാൻ ആരോടൊന്നും പറയുന്നില്ല. അത് മതി. നമുക്ക് നമ്മുടെ സേഫ്റ്റിയാണ് വലുത്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. സാറ് പറഞ്ഞതുപോലത്തെ ഒരു ഫയല് ആ വീട്ടിലേ ഇല്ല. ആ ജയശ്രീ എല്ലാ തെളിവുകൾ അടങ്ങിയ ഒരു ഫയല് എവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാ. ആ വീട്ടിൽ അതുണ്ടായിരുന്നെങ്കിൽ അത് എപ്പോഴേ പുറത്തു വന്നേനെ. ആ ഫയലിലെ കാര്യങ്ങൾ എന്താണെന്നും അത് പുറത്തു കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണമെന്നോ കൃത്യമായി അറിയാവുന്നവർക്ക് ആ ഫയൽ കൊണ്ട് പ്രയോജനമുണ്ട്. അത് അല്ലെങ്കിൽ വെറും പേപ്പറുകൾ മാത്രമാ. ഫയലുകൾ ആരുടെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരൊക്കെയോ എന്റെ പിന്നാലെയുണ്ട്. അതും തൊട്ടടുത്തായി തന്നെ ഉണ്ട്. അവര് കാരണമാണ് സാമുവലിനെ അറസ്റ്റ് ചെയ്തത്. എന്റെ പല പദ്ധതികളും പൊളിഞ്ഞതും അവര് കാരണമാണ്. അവരാരായാലും ഉടനെ തന്നെ ഞാൻ കണ്ടുപിടിക്കും. അന്ന് അവരുടെ അധപ്പതനോ അവസാനമാണ്. എന്നാ നിങ്ങൾ പോയിക്കോ, ഞാൻ വിളിച്ചോ. ശരി സാർ. ശരി സാർ. അടാ. അത് കണ്ടിട്ട് തനിക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, ഇതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ദേ കുട്ടേട്ടൻ വിളിക്കുന്നു. ഹലോ, അതെന്താണെന്നെങ്കിലും ഐഡിയ കിട്ടിയാ മോളെ? ഇല്ല കുട്ടേട്ടാ, പക്ഷേ ഇത് അമ്മ എഴുതിയതാണെന്ന് എനിക്ക് ഉറപ്പാ. അപ്പൊ അതിലെന്തോ കാര്യമുണ്ടെന്ന് ഉറപ്പായില്ലേ? ജയശ്രീ ചേച്ചി ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി ദേവേട്ടന്റെ ഡയറിക്കുള്ളിൽ വെക്കണമെങ്കിൽ അതിലെന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം കാണും. അതെ, ഇനി ഇത് ഏതെങ്കിലും ഫയലിന്റെ നമ്പർ ആയിരിക്കും? അന്ന് രണ്ടുപേരൊരു ഫയൽ അന്വേഷിച്ച് വന്നു എന്നല്ലേ കുട്ടേട്ടൻ പറഞ്ഞത്? ഈ രീതിയിൽ ഫയൽ നമ്പർ വരുമോ മോളെ? നമ്മുടെ രീതി എങ്ങനെ അല്ലല്ലോ. അത് ഞാൻ ചിന്തിച്ചു. എന്നാലും ആ ഒരു സാധ്യത തള്ളിക്കളയണ്ട. ശരി, ഞാൻ ആ വഴിക്ക് ഒന്ന് അന്വേഷിക്കാം. ശരി ശരി മോളെ. ഇത് ഫയൽ നമ്പർ ആവാൻ സാധ്യതയുണ്ടോ? അറിയില്ല. നമുക്ക് നോക്കാം. നോക്കാം. മോക്കിപ്പോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിലേ അമ്മ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. എന്തിന്? അമ്മ ഇവിടെ എന്റെ കൂടെ ഉള്ളത് എനിക്ക് ധൈര്യം. അഷി, അതല്ല, വീട്ടിലെ കാര്യങ്ങൾ നിനക്കറിയാലോ. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നതില് ദേവേട്ടനും അമ്മയ്ക്ക് യാതൊരു താല്പര്യവും ഇല്ല. അതാ ദുർഗയുടെ കാര്യം ഓർത്തിട്ടല്ലേ? മുത്തശ്ശിക്കും അച്ഛനും അല്ലെങ്കിൽ അവളുടെ കാര്യമാണല്ലോ വലുത്.
അതെന്തെങ്കിലും ആവട്ടെ, എനിക്കതൊരു വിഷയമല്ല. ഞാനതിപ്പോ പറഞ്ഞത് അഭിയെക്കുറിച്ച് ഓർത്തിട്ടാ. അന്ന് അവന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിനക്കും അറിയാലോ. അല്ലെങ്കിൽ ഞാൻ കൂടി അവിടെ ഇല്ലാതിരിക്കുമ്പോ അവൻ കൂട്ടുകാരുടെ കൂടെ ചേർന്ന് ഉഴപ്പോ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു പേടി. അതിപ്പോ അമ്മ അവിടെ ഉണ്ടായാലും അവൻ ചെയ്യാനുള്ളത് ചെയ്യും. മോളെ, അതല്ല. ഇപ്പൊ 2 ദിവസമായിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് പോലും ഇല്ല. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവൻ എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനിവിടെ സ്ഥിരമായിട്ട് നിന്ന അവൻ എന്നിൽ നിന്ന് ഒരുപാട് അങ്ങ് അകന്നു പോവും. ദേ, പിന്നെ അഭിയനെ തീരെ അനുസരിച്ചില്ലെങ്കിലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. ഇതൊക്കെ വെറുതെ തോന്നുന്നതാ. വെറുതെ എങ്കിൽ വെറുതെ. ഞാനൊന്ന് വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തിരിച്ചു വരാം. ദേ, ഗിരിജയെ അഞ്ജുവിനെയൊക്കെ ഒന്ന് കാണണം. നാളെ നിന്റെ പ്രസവം കഴിഞ്ഞ് ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോകേണ്ടതല്ലേ? അപ്പോൾ അവിടെയുള്ളവരെ വെറുപ്പിക്കാതെ നോക്കണ്ടേ? അല്ലെങ്കിലും അമ്മയ്ക്ക് എന്നെക്കാൾ വലുത് അഭിയോ ആ വീട്ടുകാരുവാ. അതാ പോണോന്ന് പറയുന്നേ. മോളെ അങ്ങനെയല്ല. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പൊ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. പിന്നെ ഒരാവശ്യം വന്നാൽ ഓടിയെത്താവുന്ന ദൂരല്ലേ ഉള്ളൂ. ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അമ്മ കൂടെ ഉള്ളതുപോലെ ആവോ? അതെന്താ അമ്മ മനസ്സിലാക്കാത്തെ? അത് മാത്രമല്ല, അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ആ ദുർഗയ്ക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. മോളെ, ഞാനിവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അവളുടെ തോന്നിവാസത്തിന് മാറ്റം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരവസ്ഥയിൽ നിന്നെ ദ്രോഹിക്കാൻ അവൾ ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ അമ്മയ്ക്കും അവളോട് സോഫ്റ്റ് കോർണർ ആയോ? എനിക്കോ? ഈ ജന്മം എനിക്ക് അവളോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. ഞാനിപ്പോ വീട്ടിൽ പോകുന്നത് എനിക്ക് വേണ്ടിയാ. അഭിയെ ഞാൻ ഇപ്പോഴേ എന്റെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോ അവന്റെ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് ഞാൻ കഷ്ടപ്പെടും. മോളെ, നീ ഇത്രയ്ക്ക് ആലോചിക്കാൻ മാത്രം ഒന്നുമില്ല. അമ്മ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് തിരിച്ചു വന്നോളാം. ശരി, അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യും. ഞാനായിട്ട് തടയുന്നില്ല. ഇതിൽ തന്നെ എങ്ങനെ നോക്കിയിരുന്ന അതെന്താണെന്ന് അറിയാൻ പറ്റുമോ? ഈ ലോകത്തെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കിരൺ. പക്ഷെ അത് നമ്മൾ കണ്ടെത്തണമെന്നേ ഉള്ളൂ. എന്നിട്ട് അത് കണ്ടെത്തിയോ?